Thammanam Vlogs. അപ്പോൾ ദാ എല്ലായിടത്തും മഴയൊക്കെയാണ് അല്ലേ? എല്ലാവരും മഴയൊക്കെ കാരണം ഇങ്ങനെ തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ മടിയൊന്നും പിടിക്കേണ്ട, നല്ല ഉഷാറായിക്കോ, നല്ല കിടിലൻ ടിപ്പുകളായിട്ടാട്ടോ ഒന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മഴയൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞീച്ച, ഭയങ്കര ഒരു ഈർപ്പം പോലെ വരുന്നത്, തുണി ഉണക്കാനൊക്കെ പ്രശ്നങ്ങളാണല്ലേ. അപ്പോൾ അതിനൊക്കെ പറ്റും നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്പുകളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോകാമല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് തന്നെ നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന നമ്മുടെ കഞ്ഞിങ്കലവും അതേപോലെ ചട്ടിയും ഒക്കെ ഇറക്കി വയ്ക്കുന്ന ഈ റൗണ്ട് വളയില്ലേ, അതെടുത്തിട്ട് ഇതാ ഇങ്ങനെ 2 നൂല് ഞാൻ മുറിച്ചിട്ടില്ല, ഇങ്ങനെയാക്കി എടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരറ്റം ദാ അതിവിടെ കെട്ടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തിനാ ഇതൊക്കെ കെട്ടിപ്പൂട്ടുന്നതെന്നല്ല, കാര്യമുണ്ട്, പറയാം, വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഇനി അതിൻ്റെ മറ്റേ അറ്റം ദാ ഇവിടെയും കെട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇതിങ്ങനെ കിട്ടും. അപ്പോൾ നമ്മളതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അപ്പുറത്തെ 2 സൈഡും കൂടി ഇതേപോലെ തന്നെ കെട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കെട്ടാം. ഞാൻ പിന്നെ കട്ട് ചെയ്യാൻ നിന്നില്ല, നമ്മൾ ഒരുമിച്ച് ഇതിനെ കെട്ടാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് കെട്ടിയെന്നുള്ളൂ. ഇനി അതിനെ നമ്മൾ ഉറിയൊക്കെ കെട്ടുന്ന പോലെ ഒരൊറ്റ ഇതിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കെട്ടാം. ഇനി നല്ല നീളത്തിലെടുക്കാം കേട്ടോ കയറ്. അതായത് നമുക്ക് എവിടെയാണോ ടൈ ചെയ്യാനായിട്ട് കെട്ടി വെക്കാനായിട്ടുള്ളത് അത്രയും അത് നല്ല ഹൈറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് എടുത്തിട്ട് ഇതാ അതിങ്ങനെ നല്ലപോലെ മുറുക്കി അങ്ങ് നല്ല കടുങ്കെട്ടൊക്കെ ഇട്ട് അങ്ങ് കെട്ടിയിട്ട് ഇതാ ഞാൻ തൂക്കിയിടാൻ പോകണം കേട്ടോ. എന്നിട്ട് കാര്യമുണ്ട്, ഞാനിപ്പോൾ ഈ ഹോളിൽ തൂക്കിയിട്ടിട്ടതാ ഇതിനകത്ത് ഹാങ്കറിൽ നമുക്ക് തുണികളിടാം. അപ്പോൾ ഒരുവിധം നല്ലപോലെ വാടിയ തുണികൾ, വെള്ളമൊക്കെ പോയ തുണികൾ ഉണക്കിയെടുക്കാനായിട്ട് നമുക്ക് എങ്ങനെ വെച്ചതാ ഇതിനകത്ത് ഇങ്ങനെ ഹാങ്കറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഫാൻ്റെ അടിയിൽ കിടന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ, സംഭവം അടിപൊളിയാണേ. അപ്പോൾ ഇതാ നോക്കുന്നത് സെക്കൻഡ് ടിപ്പ് ഒന്ന് നോക്കാം കേട്ടോ. അത് ഞാനൊരു ഹാങ്കറും ഒരു 5-6 നമ്മുടെ ക്ലോത്ത് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നൂലുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നൂല് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഈ ക്ലിപ്പിനെ കെട്ടിപ്പൂട്ടാൻ പോവാണ് നമ്മുടെ ഹാങ്കറിന് കേട്ടോ. അപ്പോൾ നല്ല മുറുക്കത്തിൽ അത്യാവശ്യം അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല കടുങ്കെട്ടൊക്കെ ഇട്ട് നല്ലോണം അങ്ങ് കെട്ടിക്കൊടുക്കുക. അപ്പോൾ കെട്ടിക്കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ചൂണ്ടയുടെ അറ്റത്ത് ഇങ്ങനെ എന്താ പറയുക, കൊളുത്തിട്ടേക്കണ പോലെ ഈ സംഭവം ഇങ്ങനെ നല്ല രസമാണ്, ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതേ കെട്ടി കൊടുക്കട്ടെ. അപ്പോൾ ഇത് എന്തിനാണെന്നല്ലേ, അപ്പോൾ നമുക്ക് ഇനി ഈ ഇതെല്ലാം കെട്ടിയെടുത്ത് കഴിഞ്ഞ് ഒരു 6 എണ്ണം വീതം ഞാൻ ഇത്തിരീശെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി എന്നിട്ട് നമുക്ക് ഇതിൽ നമ്മുടെ മാസ്കോ അതേപോലെ തന്നെ സോക്സ്, കർച്ചീഫ് ഇതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കാനായിട്ട് മഴക്കാലത്ത്, അതായത് കുറച്ചൊക്കെ വാടി വരുമ്പോൾ ഇത് കൊണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അഴയിൽ തൂക്കിയിട്ടാണ് സ്പേസും ഒക്കെ ലാഭിക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ തന്നെ നമ്മുടെ അലമാരിക്കകത്തും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സാധനം അന്വേഷിച്ചടക്കണ്ട, അലമാരിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കാണാമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ടിപ്പ് നമ്പർ 3ലേക്ക് പോകാം. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവ് എന്നിട്ട് ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ദോശയുടെ മാവോ എന്തോ ആവാം. അപ്പോൾ ഈ നമുക്ക് തണുപ്പ് മഴക്കാലത്ത് അല്ലെങ്കിൽ തണുപ്പൊക്കെ ഉള്ള പീസാകുമ്പം പൊന്തിക്കിട്ടാൻ ഭയങ്കര പാടാണ്. മാവാണെങ്കിൽ പുളിക്കുമില്ല, ഒന്നുമില്ല. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഞാൻ നമ്മുടെ ഒരു മീഡിയം ചൂട്, അതായത് കൈയൊക്കെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാം വാട്ടർ എന്നൊക്കെ പറയില്ലേ, ആ ചൂടിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മാവിനെ എടുത്തിട്ട് ഈ പാത്രത്തിലോട്ട് അങ്ങ് വെക്കാം. എന്നിട്ട് അങ്ങോട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്ക് വേണ്ടല്ലോ, അയ്യോ ഇനി മഴ ആയതുകൊണ്ട് നേരത്തെ അരച്ച് വയ്ക്കണം, അങ്ങനെ പുളിക്കുന്നില്ല എന്നുള്ളത് വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഈ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ചേഞ്ച് ചെയ്ത് കൊടുത്താലും സംഭവം പെട്ടെന്നാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. ഇത് വളരെ എന്താ പറയുക, 4ാമത്തെ ടിപ്പ് നല്ല നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ളൊരു ടിപ്പ് തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയായ പറയണ്ട, ഈ കുനുകുനുകുനൂന്നുള്ള നമ്മുടെ ഈച്ചകൾ അല്ലേ, അത് ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു പ്രതിവിധിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിന് ഞാനൊരു പകുതിനെ 4 കഷ്ണങ്ങളാക്കി മുറിച്ചു. എന്നിട്ട് നമ്മുടെ ഗ്രാമ്പൂല്ലേ, അത് തന്നെ ആ മറ്റേ കുഞ്ഞു മുട്ട് പോലെ ഇരിക്കുന്നത്, അതിനെ ഇതിനകത്തോട്ട് കുത്തി വയ്ക്കാം കേട്ടോ. അതിൻ്റെ ആ മറ്റേ ബാക്ക് വശം ഇങ്ങനെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് കയറിപ്പോക്കോളും. അപ്പോൾ അതെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ നമ്മുടെ ഈ ഫോർക്കില്ലേ അതിനകത്ത് ഇങ്ങനെ കുത്തിയിട്ട് ഞാൻ അതിനെ ഒന്ന് ചൂടാക്കുകയാണ്. അതായത് കരിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് ചൂടാവണം കേട്ടോ.
എന്നിട്ട് ഇത് ഗ്യാസിൻ്റെ മേളിൽ വേണമെങ്കിൽ നമുക്ക് വെച്ച് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ആ ഒരു 4 പീസിനെ എല്ലാത്തിനെയും ഞാനൊന്ന് ചൂടാക്കിയെടുത്തു. ഇനി ഈ മെയിനായിട്ട് ഈച്ചകൾ അതേമാതിരി കുഞ്ഞു കുഞ്ഞു കൊതുകുകളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ഈ മറ്റേ പ്ലാന്റ്സുകളൊക്കെ വെക്കില്ലേ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കാം, അപ്പോൾ ഇത് വരില്ല. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ബാസ്ക്കറ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എവിടെയൊക്കെ വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഇത് വെച്ച് കൊടുക്കാം. കുഞ്ഞീച്ചീനെ നമുക്ക് തടയാം. അപ്പോൾ ഇതാ നമ്മുടെ ടിപ്പ് നമ്പർ 5. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉപ്പ് പതുക്കെ എന്താ പറയുക ഇച്ചിരി വെള്ളം ഒലിച്ച പോലെയും അവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഇതാവും. അപ്പോൾ അതിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കടലാസോ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ചരി, അത് നമ്മൾ ചോറിനുണ്ടോ പച്ചരിയോ എന്തരിയാവും കേട്ടോ, അതെടുത്തിട്ട് അതിനൊന്നേ പൊതിഞ്ഞ് നമുക്ക് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇത് പൊതിഞ്ഞ് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഉപ്പിനകത്തോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഈർപ്പല്ലേ, അരി ഭയങ്കര ചൂടാണ്, അപ്പോൾ ആ ഈർപ്പം ഈ അരിയൊക്കെ വലിച്ചെടുത്തോളും. അപ്പം നമ്മുടെ ഉപ്പ് ഒട്ടും അങ്ങനെ വെള്ളം ഒലിക്കാതെ നല്ല അടിപൊളിയായിട്ട് സംഭവം അങ്ങ് ഇരുന്നോളും. അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മറ്റേ കോട്ടൻ്റെ തുണിക്കകത്താക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇതേമാതിരി ടിഷ്യൂ പേപ്പറിലാക്കിയാലും ചെയ്യാം. ഇതിങ്ങനെ പൊതിഞ്ഞ് ഇതിനകത്ത് അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ഉപ്പ് വെള്ളം ഒലിക്കുമെന്നുള്ളൊരു ഇത് വേണ്ട കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, വർക്കാവുന്നൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ ടിപ്പ് നമ്പർ 6 വന്നിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ഈർപ്പൊക്കെ ആയിട്ട്, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അടച്ച് വെക്കാണ്ടിരിക്കുക നമ്മൾ കേട്ടോ. അപ്പോൾ അടച്ച് വെക്കാണ്ട് തുറന്ന് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് കളയുന്നതിന് വേണ്ടി ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചെറിയ കഷ്ണം ക്ലോത്തോ എടുത്തിട്ട് അതിൽ കുറച്ച് സ്പ്രേ, നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് സ്പ്രേ അടിച്ചിട്ട് അതിനകത്ത് വെച്ചേക്കുക. അപ്പോൾ നല്ല സ്മെല്ല് അതിനകത്തുണ്ടാവും. ഇനി ടിപ്പ് നമ്പർ 7 വന്നിട്ട് ഇങ്ങനൊരു മാസ്ക് എടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് പോക്കറ്റ് പോലെ ഉണ്ടാവും കേട്ടോ. അതായത് ഒരു 2 അറകളുണ്ട് ഇതിനകത്ത്. തുറക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് നമ്മുടെ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇതിൻ്റെ ബാക്കി ആ ഒരു നമ്മൾ കെട്ടണ ഭാഗമല്ലേ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പാറ്റ ഗുളിക നാഫ്തലിൻ ഇതില്ലേ ആ സാധനമാണ് എടുത്തേക്കുന്നത്. അത് എന്നിട്ട് ഇതിനകത്തിട്ടിട്ട് നമുക്കിതിനെ കെട്ടാം. ഇതിനെ കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പാറ്റയുടെ ശല്യമൊക്കെ വരുന്നത് സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മുടെ കബോർഡുകൾ, അതേപോലെ തന്നെ പിന്നെ ഈ വാഷിംഗ് മെഷീനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കയറി വരും, നമുക്കെന്താ വിരുന്നാരെ പോലെ വരും. അപ്പോൾ ഇവരെയൊക്കെ തുരത്താൻ വേണ്ടി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ഈ പൗച്ചായിട്ട് അതൊരു കെട്ടുപോലെ അതിൽ കിഴി പോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ പാറ്റയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ് കേട്ടോ. ഇത് മറ്റേ ഗുളികയും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ കർപ്പൂരമില്ലേ പച്ച കർപ്പൂരമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് വെച്ചിട്ട് ഒരു കാര്യമുണ്ട്, ഇതിന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴയൊക്കെ ആയി കഴിയുമ്പോൾ ഒരു ഈർപ്പം പോലെയും അതേപോലെ ആ ഒരു എന്താ പറയുക കിച്ചണൊക്കെ ഭയങ്കര ഫ്രഷായി വെക്കാനും നമ്മുടെ ടേബിളും ഒക്കെ ഫ്രഷായി വെക്കാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേമാതിരി കർപ്പൂരം പൊടിക്കുക, നമ്മുടെ സാധാ വെള്ളം അതിനകത്തോട്ട് ഈ പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ ടവലില്ലേ അത് വെച്ച് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ അതില്ലേ അടുപ്പ്, പെട്ടെന്ന് വായിൽ വന്നില്ല കേട്ടോ, അതാണ് എല്ലാവിടെയും നമുക്കിത് വെച്ച് തുടയ്ക്കാം. തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ലൊരു സ്മെല്ലും അതേപോലെ തന്നെ കുഞ്ഞീച്ചകൾ ഈർപ്പം കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലതാണ്. നമ്മുടെ ഡൈനിങ് ടേബിളും ഒക്കെ തുടയ്ക്കാം, നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.